السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وأصحابه أجمعين. أما بعد. ഏകദേശം 10 വർഷത്തിലധികമായി സയ്യിദ് ഹസനി അക്കാദമിയുടെ മുഖപത്രമായി പ്രസിദ്ധീകരിച്ചു വരുന്ന മാസികയാണ് അൽ ഹസനാത്ത്. 2-3 വർഷങ്ങളായി ഓൺലൈനായി വെള്ളിയാഴ്ച തോറും പ്രസിദ്ധീകരിച്ചു വരുന്ന പ്രസ്തുത മാസിക ഈ വർഷം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പെഷ്യൽ പതിപ്പ് പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, മനസ്സിൽ ഉറച്ച അവബോധമുണ്ടായിരിക്കേണ്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സംബന്ധിച്ച് വിവിധ രചനകളടങ്ങിയ ഈ പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ദാറുൽ ഉലൂമിൻ്റെ ബഹുവന്യ ഉസ്താദ് മൗലാന ഖാസിം ബാഖവി ഹഫിളഹുല്ലാഹു വറഅ അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ബഹുമാനരെ, സയ്യിദ് ഹസനി അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഈ സന്ദേശങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. നമ്മളിൽ നിന്നും മറഞ്ഞുപോയ മഹാന്മാരുടെ രചനകളും സന്ദേശങ്ങളുമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരാനും വികസിക്കാനും ഉയരാനുമുള്ള ഒരു മാർഗമാണ് സയ്യിദ് ഹസനി അക്കാദമി നമ്മുടെ മുമ്പിൽ തുറന്ന് ഇട്ടിരിക്കുന്നത്. പരിശ്രമിക്കുന്നവർക്ക് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഒരു കാരണമാണ് ഈ അക്കാദമി. ബഹുമാനപ്പെട്ട അബ്ദുഷ്കൂർ ഉസ്താദ് ഹഫിളഹുല്ലാ അവറുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഈ സംരംഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിലൂടെ ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ, നല്ല വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നാം വായിച്ചാൽ, വായനയിൽ കൂടിയാണല്ലോ ഖുർആൻ പറയുന്ന ഇഖ്റ എന്നാണ് പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ ബോധിപ്പിച്ചത്. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തിൽ ഒരു ശൈലിയാക്കണം. നമ്മളൊന്നും വായിക്കാറില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ. വായന നമ്മൾ ശൈലിയാക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. നല്ല നല്ല രചനകൾ വായിച്ച് നമ്മൾക്ക് അതുകൊണ്ട് ഇൽമ് കിട്ടും, അറിവ് കിട്ടും, മറ്റുള്ളവർക്ക് അത് മുഖേന പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു സാലിഹായ നല്ല ഒരു സംരംഭമായി അല്ലാഹു തആല ഇതിനെ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അബ്ദുഷ്കൂർ ഉസ്താദിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല പരിപൂർണമായിട്ടും സ്വീകരിക്കുമാറാകട്ടെ. ഒരു മാതൃകാ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു മാതൃകാ പുരുഷനാണ് ഉസ്താദ് അവർ. എല്ലാ വിഷയത്തിലും ഉപ്പോട്ട് കൽപ്പൂരം വരെ എന്ന് പറയുന്നവരെ മദർസയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ മോശം പറയുമല്ലോ കേട്ടോ, ഞാൻ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, ചിലരുടെ ഇമാമത്തുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ചെയ്യാ വഴിക്കല്ലാത്തപ്പോൾ ഞാനോട് പറയാറുണ്ട്, നിങ്ങൾ എല്ലാ വിഷയത്തിലും ഉസ്വത്തുൻ ഹസനയാണ്.
ഇമാമത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ അബ്ദുൽ ഷുക്കൂർ ഉസ്താദിനെ കണ്ട് പഠിക്കുകയും എങ്ങനെയാണ് ഉസ്താദ് ചെയ്യുന്നത് എന്ന് പഠിക്കുമെന്ന് ഞാൻ ക്ലാസ്സിൽ കുട്ടിയോട് പറയാറുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ഇമാമത്ത് അരോചകമായി തോന്നാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ക്ലാസ്സിൽ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ക്ലാസ്സിൽ കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു മാതൃകയുണ്ട്. ആ മാതൃകാ പുരുഷനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റൊരാളെ അനുകരിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ മനസ്സിലാക്കി നല്ലത് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വരണം. നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കും പ്രയോജനമാണ്, ഉസ്താദന്മാർക്കും പ്രയോജനമാണ്, കുട്ടികൾക്കും പ്രയോജനമാണ്. നാം അതിൽ എത്രമാത്രം ഉത്സാഹം കാണിക്കുന്നോ അതുപോലെ കുട്ടികളും ഉത്സാഹം കാണിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഈ രചനയിൽ കൂടി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നാം ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു വലിയ പ്രസ്ഥാനമായി, വലിയൊരു സംരംഭമായി മാറുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ സംരംഭത്തെ ഉത്തരോത്തരം ഉയർത്തി, വാനോളം ഉയർത്തി ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സംരംഭമായി അള്ളാഹു തആല ഇതിനെ മാറ്റുമാറാകട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അബ്ദുൽ ഷുക്കൂർ ഉസ്താദിൻ്റെ ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ, ലേഖനങ്ങളൊക്കെ വായിക്കാൻ വീട്ടുകാർ നമ്മളെ പറയും. അപ്പോൾ ഞാൻ അറിയുന്നത് വീട്ടുകാരെന്ത് ചെയ്യും, അവരിങ്ങോട്ട് പറയും, ഷുക്കൂർ ഉസ്താദിൻ്റെ ലേഖനങ്ങൾ, ഷുക്കൂർ ഉസ്താദിൻ്റെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ വായിക്കാറില്ല. വീട്ടുകാരെപ്പോഴും എന്ത് ചെയ്യുക, അവിടെ വായിക്കാറും നോക്കാറും പഠിക്കാറും ഉണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുകയെന്ന്. പല പ്രാവശ്യം അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അള്ളാഹു തആല ഉസ്താദിൻ്റെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇതിനെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആശംസ അറിയിക്കുന്നതിനായി സയ്യിദ് ഹസനി അക്കാദമി മാനേജർ ഹാഫിസ് ബിലാൽ ഹസനി ഖാസിമി തഴവ അവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദുഹു വനസ്സല്ലി അലാ റസൂൽ കരീം. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദാറുൽ ഉലൂം ഓച്ചിറ മദ്രസയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് ഹസനി അക്കാദമിയുടെ ഓൺലൈൻ ആഴ്ച പതിപ്പാണ് അൽ ഹസനാത്ത് സന്ദേശം. സയ്യിദ് ഹസനി അക്കാദമിയുടെ സന്ദേശം എന്നുള്ള ഓൺലൈൻ ആഴ്ച പതിപ്പ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 10 കൊല്ലം കൊണ്ട് അത് തുടർച്ചയായി മുടങ്ങാതെ അതിൻ്റെ പ്രവർത്തകർ അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ ഒരു ആഗ്രഹം ഈ പ്രവർത്തനം എല്ലാവരിലേക്കും എത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നവരെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബ ഗ്രൂപ്പുകളിലും വ്യക്തികളിലേക്കും ഇതിൻ്റെ സന്ദേശം നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഇതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഇത് കാരണമായി നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി നിങ്ങളും നമ്മളെല്ലാം പരിശ്രമിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം 2010-11 വർഷം മൗലാന സയ്യിദ് വാദിഹ് റഷീദ് ഹസനി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിർദ്ദേശപ്രകാരം സയ്യിദ് ഹസനി അക്കാദമിയുടെ കീഴിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മഹത്തായ മാസികയാണ് അൽ ഹസനാത്ത്. ആദ്യം മുതൽക്ക് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മഹനീയമായ സന്ദേശങ്ങൾ കൈരളിക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ സ്തുത്യർഹമായ പങ്ക് ഈ മാസിക വഹിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഈ മാസികയുടെ ഈ പതിപ്പിൻ്റെ ഇതുവരെയുള്ള ഗമനത്തിന് വളരെയധികം സഹായകമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നീട് ചില കാരണങ്ങളാൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത് മാറ്റി ഓൺലൈനായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പോഴും അൽഹംദുലില്ലാ കേരളക്കര ഒന്നടങ്കം ഇതിനെ കൈനീട്ടി സ്വീകരിച്ചു. അതിനെ വായിച്ചും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയും
കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും അതുപോലെ എല്ലാവരിലേക്കും പ്രചരിപ്പിച്ചും ഈ ഒരു പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാവുകയുണ്ടായി. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹത്തായ ഒരു നന്മയാണ്, അതോടൊപ്പം തന്നെ വളരെ ലളിതമാണ്. നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, അതിൽ വിവിധ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇത്തരം നന്മകളെ നമ്മൾ ഇത് പ്രചരിപ്പിക്കുന്നതോടുകൂടി വലിയ നന്മകളിൽ പങ്കാവുകയാണ്. വളരെ കുറഞ്ഞ പരിശ്രമം, ചെറിയ അധ്വാനം, വലിയ പ്രതിഫലം. മറുഭാഗത്ത് ഇതൊരു ജാരിയായ സദഖയായി ഈ ലോകത്ത് നിലനിൽക്കുകയാണ്. ഇത് വായിക്കുന്നവരിൽ, ഇത് പ്രചരിപ്പിക്കുന്നതിലൂടെ ഇത് ആരിലേക്കാണോ എത്തുന്നത് അവരിൽ ഇതിലൂടെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടായാൽ ആ നന്മകൾ ഇൻഷാ അല്ലാഹ് പരമ്പരയായി നിലനിൽക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണശേഷവും വലിയ പ്രതിഫലം നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സമയങ്ങളിലും ഈ മാസിക അതാത് കാലികമായ സമയബന്ധിതമായ സന്ദേശങ്ങൾ മഹാന്മാരുടെ ഭാഗത്തു നിന്നും കൈരളിക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്താറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഗ്രഹീത സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ആ ദിവസങ്ങൾ നമ്മിലേക്ക് അടുത്തു വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോരുത്തരും മതപരമായ വ്യക്തിപരമായ സ്വന്തം മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിലയും നിലയും മതിപ്പോടെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് മുന്നേറിയതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും. അത് നിലനിൽക്കുന്നതിന് ആ സന്ദേശങ്ങളെ സംബന്ധിച്ച് ശരിയായ ബോധം മനസ്സിലുണ്ടാക്കിയെടുക്കുകയും ആ അവബോധത്തോടു കൂടി നമ്മുടെ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏതൊരു ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ടാണോ ഇവിടെ അവരുടെ ചോരയും നീരും ഒഴുക്കിയത്, ആ മൂല്യങ്ങളെ ഇവിടെ നിലനിർത്താൻ വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയാകുന്നത്, ഇന്ത്യയിലെ ഒരു നല്ല പൗരനായി മാറുന്നത്. അതിന് പര്യാപ്തമായ വിലപിടിച്ച അമൂല്യമായ രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സ്പെഷ്യൽ പതിപ്പ് അൽ ഹസനാത്ത് പുറത്തിറക്കുകയാണ്. അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്ക് പറയുന്നതിന് ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ, ഈ മുഴുവൻ നന്മകളുടെയും നേതൃത്വം മൗലാന അബ്ദുഷക്കൂർ ഖാസിമി ഹഫിളഹുല്ലാഹു വറഅഹ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ വേദത്തിൻ്റെ അവതരണം ആരംഭിച്ചത് സർവ്വലോക സ്രഷ്ടാവിൻ്റെ നാമത്തിൽ പാരായണ പഠനങ്ങൾ നടത്തുക എന്ന ആഹ്വാനത്തോടെയായിരുന്നു. പടച്ചവൻ്റെ നാമത്തിൽ എന്ന ഈ ഒരു വാക്കാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. ലോകം മുഴുവനും വായിക്കുക വായിക്കുക പഠിക്കുക പഠിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഖുർആൻ തീർച്ചയായും വായിക്കണം, പഠിക്കണം, പക്ഷേ അത് പടച്ചവൻ്റെ നാമത്തിലായിരിക്കണമെന്നുണർത്തുന്നു. പടച്ചവൻ്റെ നാമം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നാമതായി വിജ്ഞാനം നൽകുന്നത് പടച്ചവനാണ്. നമ്മുടെ ബുദ്ധിയും ബോധവും നിലനിർത്തുന്നത് പടച്ചതമ്പുരാനാണ്. ആ പടച്ചവനോട് സഹായം ചോദിച്ചുകൊണ്ടായിരിക്കണം പഠനം നടത്തേണ്ടത്. രണ്ടാമതായി പാരായണ പഠനങ്ങൾ നടത്തുന്നത് ആ പടച്ചവന് പൊരുത്തമായ കാര്യങ്ങളായിരിക്കണം. കാരണം
പടച്ചവന് പൊരുത്തമുള്ള കാര്യങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ നല്ല നിലയിൽ വളരുന്നതാണ്. അതില്ല എങ്കിൽ വളരും, പക്ഷേ അപകടത്തിന് ധാരാളം സാധ്യതയുണ്ട്. മൂന്നാമതായി, ഈ പഠനം പടച്ചവന് പൊരുത്തമായ നിലയിലായിരിക്കണം. നമ്മുടെ പാരായണങ്ങളും പഠനങ്ങളും പടച്ചവന് പൊരുത്തമായ നിലയിലായിരിക്കണം. എഴുത്തും വായനയും പണ്ട് മുതൽക്കേ ലോകത്തുള്ള ഒരു മഹത്തായ ഗുണമാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കൂടി വന്നപ്പോൾ ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങൾ കുറയുന്നൊരു സാഹചര്യമുണ്ടായി. അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം ഗ്രന്ഥപാരായണത്തിന് അതിൻ്റേതായ പ്രത്യേകതയും മഹത്വവും പ്രയോജനവുമുണ്ട്. അതുകൊണ്ട് ദിവസവും ഒരല്പനേരമെങ്കിലും ഏതെങ്കിലും നല്ല രചനകൾ വായിക്കുന്ന ഒരു പതിവ് സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരു ചെറിയ ലൈബ്രറിയെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിനോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയുടെ വിശാലമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇന്ന് ലോകത്ത് തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ കഴിവിൻ്റെ പരമാവധി നന്മകൾ പ്രചരിപ്പിക്കാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് സയ്യിദ് ഹസനി അക്കാദമി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി സുമനസ്സുകളായ ഗുരുനാഥന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രേരണയും സഹായവും നിമിത്തം പരിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസുകൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം അപൂർണമായ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടു, ശേഷം പൂർണ്ണമായ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടു. വീണ്ടും സഹോദരങ്ങളുടെ നിർബന്ധപ്രകാരം മൂന്നാമത് ആരംഭിച്ച് അതിൻ്റെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഒരു 15 മിനിറ്റ് എടുത്ത് ജാതിമത വ്യത്യാസമില്ലാതെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും ശ്രവിക്കുന്നതിനും മുന്നോട്ട് വരണമെന്ന് എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അക്കാദമിയുടെ സയ്യിദ് ഹസനി അക്കാദമിയുടെ രചനകൾ അതും പ്രസിദ്ധീകരിക്കുന്ന പരമ്പര ആരംഭിക്കുകയുണ്ടായി. വർഷങ്ങളോളം അത് അൽ ഹസനാത്ത് എന്ന പേരിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. നമ്മുടെ സദസ്സിൻ്റെ അധ്യക്ഷനായ ഉസ്താദ് അജ്മൽ മൗലവി നദ്വിയാണ് അതിൻ്റെ എഡിറ്റിങ്ങും വലിയ ത്യാഗത്തോടുകൂടി ധാരാളം കാര്യങ്ങൾ എഴുതുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ, മറ്റ് പ്രത്യേക കാരണമൊന്നുമല്ല, അൽ ഹസനാത്ത് എന്ന പേരിൽ വേറെയും ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്നത് കണ്ടതിനാൽ സയ്യിദ് ഹസനി അക്കാദമി സന്ദേശം എന്ന പേരിൽ ഇതേ പ്രവർത്തനം അത് തുടരുകയാണ്. ഇതിൻ്റെ ആരംഭം എന്ന നിലയിൽ ഒരു മഹത്തായ രചനയാണ് എല്ലാ സഹോദരങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. രാജ്യം 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ആഘോഷങ്ങൾ വെറും ആഘോഷത്തിന് വേണ്ടി മാത്രം പരിണമിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ മാർഗവും പലപ്പോഴും തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരന്തം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം സ്നേഹത്തോടെ തിരുത്തുന്നതിനാണ് പ്രത്യേക ദിനങ്ങളുടെ ആചരണങ്ങളിലും മറ്റും വലിയ താല്പര്യം കാണിക്കാത്ത പണ്ഡിത മഹത്തുക്കൾ ഈ ഒരു മാസം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുസ്മരണങ്ങളിൽ കഴിച്ചുകൂട്ടണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഓരോ തുണ്ട് ഭൂമിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വലിയ ത്യാഗങ്ങൾ മുഴുവൻ മേഖലകളിലും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയെന്നോണമാണ് ഇപ്രാവശ്യം
ഉത്തരേന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത മഹത്തുക്കളുടെ ചരിത്രം വിവരിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മാത്രമാണെങ്കിലും 1920കളിൽ കേരളത്തിൽ അരങ്ങേറിയ ഖിലാഫത്ത് സ്വാതന്ത്ര്യ സമരവുമായും ഉള്ള ബന്ധവും ആ മഹത്തുക്കൾ പുലർത്തിയിരുന്നു. അതിനെപ്പറ്റിയുള്ള പരാമർശവും ഇതിൽ വായിക്കാൻ സാധിക്കും. ഞങ്ങളുടെ എളിയ ആഗ്രഹമാണ് പടച്ചവൻ എളുപ്പമാക്കുമാറാകട്ടെ, വരും വർഷങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഓരോ മണൽത്തരികളിലും നടന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരണം അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ്, വായിക്കപ്പെടേണ്ടതാണ്. അതുകൂടാതെ ആ മഹത്തുക്കൾ ഈ സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയല്ല അവർ പോരാട്ടം നടത്തിയത്. 2 കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു. ഒന്ന്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ മതങ്ങൾക്കും, മുഴുവൻ മാനുഷിക ചിന്തകൾക്കും സ്വാതന്ത്ര്യം നൽകപ്പെടണം. എല്ലാവരും സ്വതന്ത്രമായി വ്യവഹരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകണം. 2, ഇതിനോടൊപ്പം പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ആദരിച്ചും മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരണം. ഈ 2 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ മഹത്തുക്കൾ, അവരിൽ പലരും അവരുടെ ജീവൻ സമർപ്പിച്ചു, പലരും അവരുടെ സമ്പത്ത് സമർപ്പിച്ചു, വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. ഇത് ഈ ലക്കത്തിലെ സന്ദേശത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യമായി മുഖലിഖിതമായിട്ട് കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാളിയും സേനാനിയുമായ ഷെയ്ഖുൽ ഇസ്ലാം മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി വിവിധ സന്ദർഭങ്ങളിൽ നടത്തിയ പ്രഭാഷണ ശകലങ്ങളാണ്. മദ്രസയുടെ പായയിൽ പാഠം പഠിപ്പിച്ചിരുന്ന അദ്ദേഹം അത് കഴിഞ്ഞ് വിവിധ നാടുകളിൽ കറങ്ങി നടന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം നൽകി. അതിൽ മഹാനവറുകൾ ഇതിൻ്റെ ലക്ഷ്യവും മാർഗവും വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. രണ്ടാമതായി, ലോകം മുഴുവനും അറിയപ്പെട്ട ഈ മഹാരാജ്യത്തിൻ്റെ ഉന്നതപുത്രൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി റിദ്വി മാനവികതയുടെ സന്ദേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രഭാഷണമാണ്. അതിൻ്റെ അവസാനം അദ്ദേഹം ഓരോ സഹോദരങ്ങളെ കൊണ്ടും ചില പ്രതിജ്ഞകൾ എടുപ്പിക്കുന്നു. നാം അത് വായിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുക. മൂന്നാമതായി, സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുള്ള ഒരു മുഖലേഖനമാണ്. അതിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അവസാനം രാജ്യം സ്വതന്ത്രമായതുവരെയുള്ള കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത പ്രസ്ഥാനം ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ വിവിധ സമ്മേളനങ്ങളിൽ അവർ മുഴുവൻ ജനങ്ങളോടും പറഞ്ഞിരിക്കുന്ന പ്രമേയങ്ങളാണ്, ആഹ്വാനങ്ങളാണ്. അതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി അവർ ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വികാരഭരിതമായിട്ടാണ് ഞങ്ങളിതിൽ പ്രസിദ്ധീകരിക്കുന്നത്. അവസാനമായി, ഈ സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനു മുമ്പ് നടന്നതായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങൾ അത് വിവരിക്കുന്ന ഒരു ഉജ്ജ്വല ഗ്രന്ഥത്തെ പറ്റിയുള്ള പരിചയമാണ്. പിന്നീട് വിട പറയുന്ന സന്ദർഭത്തിൽ ഈ എളിയ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യ സമര സ്മൃതിയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പരിശ്രമങ്ങളും ഗുരുനാഥന്മാരുടെ പ്രഭാഷണങ്ങളും അടങ്ങിയ ചെറു വിവരണമാണ്. ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് മുഴുവൻ ജനങ്ങൾക്കുമുള്ളൊരു മഹത്തായ സന്ദേശമാണ്. ഞങ്ങളുടെ ആഗ്രഹമാണ് ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെ കൈകളിലും ഇത് എത്തണം, അവർ വായിക്കണം. ഇപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടെ 1000-ഓളം സഹോദരങ്ങൾ ഇത് വായിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഇത് കൂടുതൽ വ്യാപകമാക്കാൻ സാധിക്കും. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനും കഴിയും. സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഒരു ലളിതവും മഹത്തരവുമായ കവാടമാണ് തുറന്നു തന്നിരിക്കുന്നത്. പടച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ്.
ലോകം മുഴുവനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുപോലെ തിന്മകൾ പടർത്താനും ഉപയോഗിക്കപ്പെടുന്നതായ സോഷ്യൽ മീഡിയ വരൂ നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, നന്മയുടെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പ്രാവർത്തികമാക്കാം. എല്ലാവരുടെ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ചവനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാർക്കും മഹത്തുക്കൾക്കും ഗുരുനാഥന്മാർക്കും പടച്ചവൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ.